ഇതുവരെ എന്തൊക്കെ പറഞ്ഞാലും ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നു. ആ തോമസ് വൈദ്യൻ ഇടയ്ക്കിടയ്ക്ക് വേണ്ടാത്ത ഉപദേശങ്ങൾ തരുമായിരുന്നെങ്കിലും അവിടെ ആയിരുന്നപ്പോ മറ്റാരുടെയും മുഖം കാണണ്ടായിരുന്നല്ലോ. ഇവിടെ സ്വന്തം അമ്മായിയമ്മ പോലും ചൂലെടുത്തടിക്കുന്നും പറഞ്ഞ് നിൽക്കുക. വാ ഉണ്ണിയേട്ടാ. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഞാൻ മാത്രമല്ല, എന്റെ ഭർത്താവ് സാഗരേട്ടനും വന്നിട്ടുണ്ട്. ഓണമായിട്ട് ഇവിടെ എന്തെങ്കിലും അലമ്പുണ്ടാവോന്ന് പറയാൻ പറ്റില്ലല്ലോ. നേരത്തെ കണ്ണേട്ടനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കിയതല്ലേ. അതുകൊണ്ട് ഞാനും സാഗരേട്ടനും ഇനി ഓണം കഴിഞ്ഞേ പോകുന്നുള്ളൂ. അതിനെന്താ, ഓണം ആള് കൂടുന്ന നല്ല കാര്യല്ലേ? പക്ഷെ നീയും ഇവളും കൂടി ആളിന്റെ എണ്ണം കുറയ്ക്കാനല്ലേ നോക്കുന്നത്. ഏതായാലും വന്ന സമയത്ത് എന്റെ ഏട്ടനും ഏട്ടത്തി അവരുടെ കുഞ്ഞൊക്കെ ഇവിടെ ഉണ്ട്. അവര് പോയിട്ടില്ല. പോയില്ലെന്ന് അറിയായിരുന്നു. അതുകൊണ്ടാ തോമസ് വൈദ്യൻ നാളെ പോയാൽ മതിയെന്ന് പറഞ്ഞിട്ടും ഉണ്ണിയേട്ടൻ അതൊന്നും കൂട്ടാക്കാതെ ഇന്ന് തന്നെ പോണെന്ന് വാശി പിടിച്ചത്. ആ, കണ്ണേട്ടനെ ഏട്ടത്തെയും കുഞ്ഞിനെയും കാണാൻ അത്രയ്ക്ക് കൊതിയായോ? അത് പിന്നെ ഞാനൊരു അച്ഛനാവാൻ തയ്യാറെടുക്കുമല്ലേ. ആ സമയത്ത് കുഞ്ഞുങ്ങളോടൊരു പ്രത്യേക സ്നേഹവും വാത്സല്യമൊക്കെ തോന്നും. നിനക്കേ അങ്ങനെ തോന്നത്തില്ലടാ. അതുകൊണ്ടാ ഏട്ടാന്ന് വിളിച്ച നാവുകൊണ്ടേ ഞാൻ നിന്നെ എടാന്നും നീയെന്നും ഒക്കെ വിളിക്കുന്നേ. ഇവിടെ ഇപ്പൊ ഏട്ടനോടും ഏട്ടത്തിയോടും കുഞ്ഞിനോടും ഒക്കെ ആത്മാർത്ഥത കാണിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ അമ്മ. ആ അമ്മയെ പോലും ഞാൻ ഇതുവരെ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. പിന്നെയല്ലേ നിന്നെയൊക്കെ വിശ്വസിക്കുന്നേ. നടന്നു തുടങ്ങിയെന്ന് മനസ്സിലായി. വേറൊരു കാട്ടാളനുണ്ടല്ലോ, അവനും ചെറുതായിട്ട് മറ്റുള്ളവരുടെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാ സാഗരേട്ടൻ പറഞ്ഞത്. നീയൊക്കെ പഴയ അവസ്ഥയിലോട്ട് തിരിച്ചു വന്നാലേ അത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. തീരെ വയ്യ. ഒരാളുടെ സഹായത്തോടെ നടന്നു തുടങ്ങിയെന്നേ ഉള്ളൂ. ഇതിനിടയിൽ നീ ഇങ്ങനെ മുള്ളുവെച്ച വർത്താനങ്ങൾ പറയല്ലേ. ഇന്നലെ വരെ കണ്ട നിന്റെ ഈ ഏട്ടനെ ആയിരിക്കില്ല ഇനി നീ കാണാൻ പോകുന്നത്. ഓ, അങ്ങനെ പറഞ്ഞേ എന്നെ നീ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. നീ മാറിയാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിലേ ആ മാർക്ക് ഒരു ദിവസം നിന്നെ തല്ലിക്കൊന്ന് ഇവളുടെ മുന്നിൽ കൊണ്ടുവന്നിടും. അതിനപ്പുറവേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വിളിച്ചോണ്ട് പോടി.